ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഷെയറും സബ്സ്ക്രൈബും ലൈക്കും അടിക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താം. മാങ്ങ ഇന്നലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് ഇന്നലെ നൈറ്റ് മൊത്തം വെച്ചിരുന്നതാണ്, ഇന്ന് രാവിലെയാണ് എടുത്തത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സുറുക്ക അഥവാ വിനാഗിരി, കായപ്പൊടി, നല്ലെണ്ണ, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. ആദ്യമേ തന്നെ സ്റ്റൗ കത്തിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നൊരു വിശേഷമുണ്ടായിരുന്നു. അവിടെ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുക. അന്നേരം അച്ചാറിട്ട് വെച്ചിട്ട് പോയാൽ നമുക്ക് രാത്രി മുതൽ ഉപയോഗിക്കാമല്ലേ എന്ന് വിചാരിച്ച് 2-3 ദിവസം കഴിയുമ്പോഴാണ് ഈ അച്ചാറിന് നല്ല ടേസ്റ്റുമൊക്കെ വെക്കുന്നത്, ഈ മാങ്ങയൊക്കെ ഒന്ന് അഴുകി വരുമ്പോൾ. പിന്നെ ഇത് നേരത്തെ ഇന്നലെ രാത്രിയിൽ മാങ്ങ ഉപ്പിലിട്ടൊക്കെ വെച്ചിരുന്നതിനെ കൊണ്ട് ഉപ്പൊക്കെ നല്ലോണം പിടിച്ച് കാണും. ഞങ്ങൾക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അതിന് പോകാനായിട്ട് ഒരുങ്ങി നിന്നപ്പോഴാണ് നമുക്ക് എന്തായാലും ഈ വീഡിയോയും കൂടെ ഒന്ന് പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണയൊക്കെയകത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാങ്ങാച്ചാറ്, നല്ല സൂപ്പറായിട്ട് വരും. വെളിച്ചെണ്ണയെക്കാട്ടി നല്ലത് നല്ലെണ്ണയാണ്. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതാ എണ്ണ നല്ലെണ്ണയാണ് ഒഴിച്ചത്. നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അന്നേരം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. പൊട്ടിത്തെറിക്കും. കടുകെല്ലാം നല്ലോണം പൊട്ടി വന്നു. ഇനി നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും പച്ചമുളകും കൂടി ഇടുവാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് നല്ലോണം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഈ വെളിച്ചെണ്ണ നല്ലോണം തിളച്ച് കിടക്കുന്നതിനെ കൊണ്ട്, വെളിച്ചെണ്ണയല്ല നല്ലെണ്ണ നല്ലോണം തിളച്ച് കിടക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഈ തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികളെല്ലാം ചേർക്കാൻ. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾക്ക് ഇപ്പോൾ ചേർക്കാനുള്ളത് ഇതാണ്ട മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഇത് നല്ലോണം തിളച്ച് കിടക്കുന്നതിനെ കൊണ്ട് പെട്ടെന്ന് മഞ്ഞൾപ്പൊടി, ഉലുവ ഞാൻ എടുത്ത് വെച്ചെങ്കിൽ അത് ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് കായം ചേർത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഈ മാങ്ങ, ഇതിപ്പം തന്നെ മൂത്ത് കിടക്കുന്നതിനെ കൊണ്ട് ഈ മാങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മാങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഇന്നലെ രാത്രി മുഴുക്ക നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന മാങ്ങയാണ്. അതുകൊണ്ട് ഉപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഈ മാങ്ങ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഈ അരപ്പിനകത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. മാങ്ങ അല്ലേ, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നതാണ്. ഒരു നുള്ളു പഞ്ചസാര എൻ്റെ ഒരു പൊടിക്കൈയാണ്. ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുളി വല്ലതും ഉണ്ടെങ്കിൽ ഈ പഞ്ചസാര ആ പുളിയെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തോളും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ മാങ്ങാച്ചാർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനെ എല്ലാം ചേർത്തിട്ടുള്ളു. നല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. എന്നിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ഇത് ഈ മാങ്ങാച്ചാറിനകത്ത് ചേർത്തെന്നറിയാമല്ലോ. മാങ്ങ തലേന്ന് ഉപ്പിട്ട് വെച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി, നല്ലെണ്ണ, പിന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടുള്ളത്. നമ്മൾ വിനാഗിരിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടുള്ളത്. ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരി നമുക്ക് ഈ അച്ചാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത്രയും മതി. ഇതൊന്ന് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം. അന്നേരം എല്ലാവർക്കും ടാറ്റ. എല്ലാവരും എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്ന് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇത് അച്ചാർ വെച്ച് നോക്കണം. നല്ല സൂപ്പർ അച്ചാറാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മൾ വെളിച്ചെണ്ണയെക്കാട്ടി നല്ലത്. കൊളസ്ട്രോളും ഒന്നും വരത്തില്ല നല്ലെണ്ണയിൽ ചെയ്താൽ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഫോളോ ചെയ്യണം. ശരി, ഓക്കെ, ബൈ ബൈ.